ഇവിടെ കൃത്യമായ അജണ്ട കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ആക്രമിച്ച് LDF സർക്കാരിനെയും ഇടതുപക്ഷ പ്രസ്ഥാനത്തെയും തകർക്കുക എന്നുള്ള വളരെ ബോധപൂർവമായ ഗൂഢാലോചനയാണ്, പൊളിറ്റിക്സാണ് നിങ്ങളിവിടെ അപ്ലൈ ചെയ്യുന്നത്. അത് നിങ്ങളെല്ലാ പല ശക്തികളും ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. ഇവിടെ കനകോലു ഇവിടെ വന്ന് പല നിലയിലുള്ള PR വർക്ക് കുറേ കാലമായിട്ട് നടത്തിയല്ലോ. കേരളത്തിൽ വർഗീയ കലാപത്തിന് ശ്രമം നടത്താൻ ഉള്ള നീക്കം നടത്തുന്നവരെ പലരും പറഞ്ഞല്ലോ. നിങ്ങൾ എത്ര പേര് കനകോലുവിൻ്റെ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട്? കനകോലുവിൻ്റെ പ്രശ്നം ചർച്ച ചെയ്തിട്ടുണ്ട്? ഇവിടുത്തെ പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും എങ്ങനെ നടക്കണം, എങ്ങനെ ഇരിക്കണം, എങ്ങനെ ചിരിക്കണം എന്നുള്ളതുൾപ്പെടെ കനകോലുവാണ് തീരുമാനിക്കുന്ന അഭിപ്രായം കോൺഗ്രസിൽ വന്നത് വിവാദമായില്ലേ? നിങ്ങൾ എത്ര പേര് ചർച്ച സംഘടിപ്പിച്ചിട്ടുണ്ട്? എത്ര പേര് നിങ്ങൾ മിണ്ടിയിട്ടുണ്ട്? നിങ്ങൾ മിണ്ടിയിട്ടില്ല. എന്തുകൊണ്ട് മിണ്ടിയിട്ടില്ല? വളരെ ബോധപൂർവ്വം നിങ്ങൾ പരിശോധിക്കേണ്ടേ. കേരളത്തിൻ്റെ ക്രമസമാധാന നിലയെ തകർക്കാൻ, കേരളത്തിലെ LDF സർക്കാരിനെ തകർക്കാൻ കനകോലുവിൻ്റെ ചില പ്രയോഗങ്ങൾ നടക്കുന്നു എന്നുള്ള അഭിപ്രായം ശക്തമായിട്ട് വന്നിട്ടില്ലേ? ശക്തമായി വന്നിട്ടുണ്ട്. നിങ്ങളാരും മിണ്ടിയിട്ടില്ല. എന്നാൽ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളോട് പറയാൻ ഒരു ഇടനിലക്കാരൻ്റെ ആവശ്യമില്ല. പറയാനുള്ളത് പറയും, പറഞ്ഞ് മുന്നോട്ട് പോകും. ഇവിടെ എന്തെങ്കിലും മറക്കാനുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി കത്ത് കൊടുക്കുമോ? മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി ഒരു കത്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രി പറയേണ്ട സമയത്ത് പറയുന്നു. ഇപ്പൊ ഇന്നലെ ഞാൻ ചോദിക്കട്ടെ, ഇന്നലെ നിങ്ങൾ ഈ മലപ്പുറം വിഷയം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അതിൽ കൂടുതൽ കാര്യം എനിക്കറിയില്ല, അത് മുഖ്യമന്ത്രി പറയുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. മുഖ്യമന്ത്രി പറഞ്ഞു. ഇതും ഞാൻ പ്രതീക്ഷിക്കുന്നത് മുഖ്യമന്ത്രി ഇത് വിശദീകരിക്കുന്നുള്ളതാണ്. അതുവരെയുള്ള കാര്യമല്ല. എനിക്കിപ്പോൾ ഒരു പൊളിറ്റിക്കൽ വർക്കർ എന്നുള്ള നിലയിൽ ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ എനിക്ക് പറയാൻ പറ്റുന്ന, എനിക്ക് അറിയുന്ന കാര്യങ്ങളാണ് എനിക്ക് പറയാൻ വേണ്ടി പറ്റും. ബാക്കിയുള്ള ബന്ധപ്പെട്ടവർ പറയും. ഇതില് അത് സ്വാഭാവികമായിട്ടും പറയുമല്ലോ. അതിപ്പോ എനിക്കിപ്പോ സ്വാഭാവികമായിട്ടും അത് എന്താണ് സംഭവം എന്നുള്ളത് മുഖ്യമന്ത്രി പറയുന്ന ഉറപ്പല്ലേ. പക്ഷേ മലപ്പുറത്തെ വിഷയത്തിൽ എടുത്ത സമീപനമല്ല നിങ്ങളതിൽ എടുക്കേണ്ടത്. അതിലും നിങ്ങൾ ഇതുപോലെ CD കുറേ കൊണ്ടുപോയി അവസാനം അത് പച്ചക്കള്ളെന്ന് നാടറിഞ്ഞിട്ടും നിങ്ങൾ തിരുത്താൻ തയ്യാറായിട്ടില്ല. നിങ്ങൾ പറ്റിയ അബദ്ധം പറയാൻ തയ്യാറായിട്ടില്ല. നിങ്ങളെ കുഴിച്ചടിച്ചതല്ല, നിങ്ങൾ കുഴിച്ചടിച്ചതാവാം, ചിലപ്പോൾ നിങ്ങളെ കുഴിച്ചടിച്ചതാവാം. ഇവിടുത്തെ UDFന്റെ നേതൃത്വമുണ്ട്, BJPയുടെ നേതൃത്വമുണ്ട്, ജമാഅത്ത് ഇസ്ലാമി ഉണ്ട്, ഇവരൊക്കെ ഉണ്ട്. ഇവരെ തുറന്നു കാണിക്കാനും നിങ്ങൾ തയ്യാറായിട്ടില്ല. നിങ്ങൾക്ക് പറ്റൂല. കാരണം നിങ്ങളുടെ ഉടമകൾ അതിന് നിങ്ങളെ സമ്മതിക്കില്ല. നിങ്ങളുടെ ഉടമകൾക്കൊരു പൊളിറ്റിക്സ് ഉണ്ട്. ആ ഇതിപ്പോൾ ഞാനീ പറയുന്നത് നിങ്ങൾ കാട്ടിക്കൊള്ളുന്നില്ല. കാരണം അത് കാണിക്കാൻ പറ്റില്ല. ഉടമകൾക്കെതിരെ പറഞ്ഞത് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റില്ല, കാണിക്കില്ല. പക്ഷെ അതൊരു വസ്തുതയാണ്. നിങ്ങളുടെ ഉടമകൾക്കൊരു പൊളിറ്റിക്സ് ഉണ്ട്. ആ പൊളിറ്റിക്സിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ നിൽക്കുന്നത്. ആ പൊളിറ്റിക്സ് ഇടതുപക്ഷ വിരുദ്ധതയാണ്. ഇടതുപക്ഷ വിരുദ്ധതയുടെ ഭാഗമായി ഇന്ത്യയിൽ അവശേഷിക്കുന്ന ഇടതുപക്ഷ സർക്കാർ കേരളത്തിലേതാണെന്ന് നിങ്ങൾ കാണുന്നു. അതിനെ തകർക്കണം. അതിനെ തകർക്കാൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ തലക്കടിക്കണം. അതിൻ്റെ തല മുഖ്യമന്ത്രിയാണ്. അതാണ് ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്നത്. അതിനാണ് നിങ്ങൾ നിൽക്കുന്നത്. പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് വേറെ ഒന്നും പറയാൻ പറ്റില്ല. ഇതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ പറയും. ഞങ്ങൾ തുറന്നു കാണിക്കും. ഇത്തരം കാര്യങ്ങൾ തുറന്നു കാണിക്കും. വളരെ ഗൗരവമേറിയ പ്രശ്നമല്ലേ നിങ്ങൾ ഉന്നയിച്ചത്? എത്ര നിസ്സാരമായിട്ടാണ് നിങ്ങളിപ്പോൾ ഈ പ്രശ്നത്തെ കാണുന്നത്? മലപ്പുറം ജില്ലയെ ആകെ അപമാനിക്കാൻ മലപ്പുറം ജില്ലയ്ക്ക് രൂപം കൊടുത്ത EMSന്റെ പിന്മുറക്കാരനായ പിണറായി വിജയൻ തയ്യാറായി എന്നുള്ള അഭിപ്രായം നിങ്ങൾ പറയാന്ന് പറഞ്ഞാൽ ഗൗരവമുള്ള വിഷയമല്ലേ? മതന്യൂനപക്ഷ വിഭാഗങ്ങളെ ആകെ മോശമാക്കാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രമിച്ചു എന്ന് ചില ശക്തികൾ നടത്തിയ പ്രചരണം ഏറ്റുപിടിച്ചില്ല. നിങ്ങൾ തിരുത്താൻ തയ്യാറായോ? ഏറ്റുപിടിച്ചില്ലേ? ഇത് കേക്ക്. അതിനുശേഷം അല്ല, മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞല്ലോ. അത് പരസ്യമായതിനു ശേഷവും അത് തെറ്റാണ്. മുഖ്യമന്ത്രി പറയാത്തൊരു കാര്യം പ്രചരിപ്പിച്ചത് തെറ്റാണ്. നിങ്ങൾക്ക് പരസ്യമായി നിങ്ങൾക്ക് ഞാനൊന്ന് പറയട്ടെ. നിങ്ങൾ 10 രൂപ ആളുകളുണ്ട്. ഇത് വളഞ്ഞിട്ട് അടിയൊന്നുമില്ല. ഞാനൊന്ന് പറയട്ടെ. മുഖ്യമന്ത്രി പറയാത്ത കാര്യം ഏത് ശക്തികൾ പറഞ്ഞിട്ടും നിങ്ങൾ ഏറ്റുപിടിച്ചു. അത് തെറ്റായിപ്പോയി എന്ന് പരസ്യമായിട്ട് നിങ്ങൾക്ക് പറയാൻ പരിമിതിയുണ്ട്. പക്ഷെ കണ്ണാടിയിലെങ്കിലും നോക്കി അതൊന്ന്, കണ്ണാടിയിൽ നിങ്ങളുടെ മുഖം നോക്കി പറയാം, പറ്റിയതൊരു അബദ്ധമായിപ്പോയി എന്ന് പറയാൻ തയ്യാറാവുക. ഇത് മുഖ്യമന്ത്രിയുടെ ഓഫീസല്ല, മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി, പിന്നെ അമേരിക്കൻ പ്രസിഡന്റ് പ്രസ് സെക്രട്ടറിയാ. നമ്മൾ ഇത് ഇങ്ങനെ ചർച്ച പോയിട്ട് ഞാൻ ഇപ്പോൾ പറയാനുള്ള പറഞ്ഞു. എന്തെങ്കിലും അതിന് മറച്ചു വെക്കാനുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി ഈ വേറെ ആരോടും ചോദിക്കാതെ കത്ത് കൊടുക്കുമല്ലോ. മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി കത്ത് കൊടുത്തു. ഇവിടെ ഇതിലൊരു കാര്യം ചെയ്യും. ബാക്കി എല്ലാവർക്കും ഇതായിട്ട് ഒറ്റ ഉത്തരം പറയാം. അങ്ങനെ ഓരോന്നോരോന്ന് ചോദിച്ചു പോകേണ്ട കാര്യമില്ല. ഒരു തരത്തിലും നമ്മൾ വിടൂല കേട്ടോ. അത് മനസ്സിലാക്കിക്കോ. ഇതേക്കോ, നിങ്ങൾ എന്ത് പ്രചരണം നടത്തി വായടപ്പിക്കാൻ ശ്രമിച്ചാലും ഇടതുപക്ഷ പൊളിറ്റിക്സ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് പറയും.
അത് നിങ്ങൾക്ക് നിങ്ങളെ ഏത് ഉടമക്ക് തലവേദനയായിട്ടും കാര്യമില്ല, പറയേണ്ടത് കൃത്യമായിട്ട് പറയും. ഇവിടെയും കൃത്യമായിട്ട് അല്ല, ഇവിടെ ബാക്കി ഞാൻ പറഞ്ഞല്ലോ, ബാക്കി എങ്ങനെ പറയുന്നത്, ഇവിടെ കൃത്യമായിട്ട് പറയും. നിങ്ങളുടെ ഉടമകൾക്ക്, മാധ്യമ ഉടമകൾക്ക് അല്പമെങ്കിലും നാണമുണ്ടെങ്കിൽ നിങ്ങൾ അല്ല നിങ്ങൾ പലരും പ്രദാനം ചെയ്യുന്ന മാധ്യമങ്ങൾ നാണമുണ്ടെങ്കിൽ മലപ്പുറം ജില്ലയെയും മതന്യൂനപക്ഷ വിഭാഗങ്ങളെയും കേരളത്തിന്റെ മുഖ്യമന്ത്രി അപമാനിച്ചു എന്ന് നടത്തിയ പ്രചരണത്തിന് മാപ്പ് പറയാൻ തയ്യാറാണ്. അത്രേ ഇപ്പൊ എനിക്ക് പറയാനുള്ളൂ. ബാക്കി